ബിൻ മരിച്ച അനന്തുവിന്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റാനുള്ള നടപടിക്രമങ്ങളാണോ ഇപ്പോൾ അവിടെ നടക്കുന്നത്? അതെ, മരിച്ച ജിത്തു എന്ന അനന്തുവിന്റെ മൃതദേഹം ഇപ്പോൾ ഇവിടുത്തെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജില്ലാ ആശുപത്രിയിലായിരുന്നു, ഇവിടുത്തെ മോർച്ചറിയിലേക്ക് ഈ മൃതദേഹം മാറ്റിയിരിക്കുന്നു. ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇപ്പോൾ എം സ്വരാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ തിരഞ്ഞെടുപ്പിന്റെ ഒരു സമയമായതുകൊണ്ട് തന്നെ UDFന്റെ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്, ഒപ്പം LDFന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ്, ഷോൺ ജോർജ് ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോഴത്തെ പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് ഇതൊരു ഈ ഒരു സർക്കാർ സ്പോൺസേഡ് മർഡർ ആണ് എന്നുള്ളതായിരുന്നു UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യടൻ ഷൗക്കത്ത് ആരോപിച്ചത്. കാരണം KSEBയിൽ നിന്ന് നേരിട്ട് വൈദ്യുതി എടുത്ത് ഈ കമ്പിവേലിയിലേക്ക് കൊടുത്തതാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഈ പന്നിശല്യം അതിരൂക്ഷമായി തുടരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ പന്നിക്ക് വെച്ച കെണിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഫെൻസിങ്ങിലേക്ക് നേരിട്ട് വീടുകളിലേക്ക് KSEB കൊടുക്കുന്ന വൈദ്യുതി എടുത്ത് ഈ കമ്പിയിലേക്ക് കൊടുക്കുകയായിരുന്നു. ഈ അവിടെ കുളിക്കാൻ ഒക്കെ ആയിട്ട് ഇന്ന് വൈകുന്നേരം പോയതായിരുന്നു ഈ 3 വിദ്യാർത്ഥികൾ. ഈ 3 വിദ്യാർത്ഥികളിൽ ഈ കമ്പിയിൽ ഒരു പക്ഷേ തൊട്ടിട്ടുണ്ടാകാം. അതെന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇതിൽ നിന്ന് ഷോക്കേറ്റിട്ടാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ജിത്തുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെന്നുണ്ടെങ്കിലും മരണം സംഭവിച്ചു. പിന്നീട് 2 പേർ കൂടിയാണ് ഉണ്ടായിരുന്നത്. ഈ 2 പേർ ഇപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആകെ ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇവിടുത്തെ ഈ വൈദ്യുതി എടുത്തതൊക്കെ KSEBയുടെ മൗനാനുവാദം കൊണ്ടാണ് എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥിയുടെ ആരോപണം. ഇതിലൊരു തക്കതായിട്ടുള്ള അന്വേഷണം വേണം, അതിൽ കാര്യപരമായിട്ടുള്ള ഒരു അന്വേഷണം വേണം, അതിൽ നടപടി ഉണ്ടാകണം എന്നുള്ളത് ഇപ്പോൾ എം സ്വരാജും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ പേര്, ഒന്ന് യദു കൃഷ്ണൻ 23 വയസ്സ് ഡിഗ്രിക്ക് പഠിക്കുകയാണ്, ആനന്ദ്, ഒപ്പം തന്നെ ഷാനു വിജയ് 17 വയസ്സ് +2 പഠിക്കുകയാണ്. ഇങ്ങനെ 2 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഈ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അവർ അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പ്രദേശത്ത് ഏകദേശം ഒരു 6 മാസം കൊണ്ട് തന്നെ ഇത് 5ാമത്തെ മരണമാണ് ഈ പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതി ഷോക്കേറ്റ് മരണം സംഭവിക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത് ഈ ചാലിയാർ പ്രദേശത്തൊക്കെ ഇത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ KSEBയുടെ ഒരു മൗനാനുവാദം ഇതിലുണ്ട്. അവരുടെ ഒരു അനാസ്ഥയാണ് ഇത്തരത്തിൽ വൈദ്യുതി ദുരുപയോഗം ചെയ്യുകയോ അനധികൃതമായി എടുക്കുകയോ ചെയ്യുന്നത് കണ്ടിട്ടും അതിലൊരു തക്കതായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയ പ്രതിഷേധം നാട്ടുകാർക്ക് പല ഘട്ടങ്ങളിലായിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ജിത്തുവിന്റെ ഒരു മരണത്തിലേക്കും നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ പ്രതിഷേധം ഓരോ പ്രദേശത്തായിട്ട് ഉയരുന്നുണ്ട്. ഇതിലൊരു ശക്തമായിട്ടുള്ളൊരു നടപടി വേണമെന്ന്, ഒപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് വന്യമൃഗശല്യം കുറച്ചുകൂടി രൂക്ഷമായി തന്നെ ആ ഒരു വിഷയം ഇനി ഉയർന്നു വരും എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഈ കൂടുതൽ നേതാക്കളൊക്കെ ഈ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വട്ടം ഈ വിഷയം ഉയർന്നു വന്നതാണ്. നിലമ്പൂരിന്റെ പലയിടങ്ങളിലുള്ള ഈ വന്യമൃഗശല്യത്തിന്റെ വാർത്തകളൊക്കെ ഇപ്പോൾ പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഒരു വിദ്യാർത്ഥി മരിച്ചത്.